നമസ്കാരം. പ്രതിപക്ഷ പാർട്ടികളുടെ ദേശീയ കൂട്ടായ്മ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത അതിരൂക്ഷമാകുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്ന് സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ പിൻവാങ്ങുന്നു. DMKയും CPIഎമ്മും JMMും ഇടയുന്നു. മുന്നണിയിലെ പല പാർട്ടികളും അസ്വസ്ഥരാണ്. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തിന്റെ സൂചനയാണ്? സഖ്യമര്യാദകൾക്ക് വിഭിന്നമായ രീതി ആണോ കോൺഗ്രസ് പിന്തുടരുന്നത്? ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ സഖ്യത്തിന്റെ പോക്ക് പതനത്തിലേക്കോ? ഇന്ത്യ മുന്നണിയുടെ അവസാനത്തെ അണി ആരുടെ വകയായിരിക്കും? ബിഗ് ഡയലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഖില രവീന്ദ്രൻ. ഇന്ത്യ സഖ്യം ഇല്ലാതാകുന്നു. ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ സഹകരിക്കുന്ന പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ പാർട്ടികൾ കാണിക്കേണ്ട ഒരു മര്യാദയും അന്തസ്സും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച CPIഎം BJPയുമായിട്ടൊരു ഡീലുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഇവരെല്ലാം വന്നിട്ട് പറയുക ഇങ്ങനൊരു ഡീലുണ്ട് BJPയുമായിട്ട്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ CPIഎം, നിജേഷ് അരവിന്ദൻ കോൺഗ്രസ്, P ശ്യാംരാജ് BJP, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ. എന്തായാലും നിർണായകമായൊരു യോഗത്തിലേക്കാണ് നാളെ കടക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യം. വലിയ പ്രതീക്ഷയോടെയാണ് ആ സഖ്യം രൂപപ്പെട്ടതും അതിന്റെ തുടർന്നുള്ള നീക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഈ വിധത്തിലൊരു അസ്ഥിരമായ കാലാവസ്ഥ ആ മുന്നണി നേരിട്ടിട്ടുണ്ടോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. നിജേഷ് അരവിന്ദനിലേക്കാണ് ആദ്യ ചോദ്യം പോകുന്നത്. നിജേഷ്, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ. ഇപ്പോൾ എന്താണ് സഖ്യത്തിൽ സംഭവിക്കുന്നത്? ആ പ്രതീക്ഷയൊന്നും കൈവിടേണ്ട സാഹചര്യം ഇല്ല. ഒരു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും വളരെ സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചില സംസ്ഥാനങ്ങളിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ യോഗം ചേരുന്നത്. ആ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് അവിടെ അഭിപ്രായ വ്യത്യാസം, അവരുടെ അഭിപ്രായം പറയും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതിനനുസരിച്ച് ഈ സഖ്യം മുന്നോട്ട് പോകും. കാരണം ഈ സഖ്യം രൂപപ്പെടുന്നത് അതൊരു BJP വിരുദ്ധ മുന്നണി എന്ന നിലയ്ക്കാണ്. ആ BJP വിരുദ്ധ മുന്നണി എന്ന രാഷ്ട്രീയത്തിന് ഇപ്പോഴും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് മുന്നോട്ട് പോകും. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി BJPയുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അവർ ഈ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മറ്റേതെങ്കിലും പാർട്ടികൾ മാറുകയാണെങ്കിൽ അവർ ഈ സഖ്യത്തിലേക്ക് വരും. എന്നതിനപ്പുറത്തേക്ക് നമ്മളിതിനെ വലിയ ഒരു ഭൂകമ്പം ഉണ്ടാകും എന്ന രീതിയിൽ കാണേണ്ടതില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷമായി വളരെ നിർണായകമാണ്. രണ്ടാണല്ലോ. ഒന്ന് DMKയുടെ മാറി നിൽക്കൽ തമിഴ്നാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും CPIഎമ്മും CPIയും മുസ്ലിം ലീഗും ഒക്കെ എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിന് പൊളിറ്റിക്സ് ഉണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ DMK മുന്നണിയോട് നമ്മുടെ അവിടെയുള്ള ഗിരീഷ് ചോദൻകർ AIC സെക്രട്ടറി ചാർജുള്ള ആൾ വളരെ ഒഫീഷ്യലായിട്ട് ഈ തവണ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഭരണത്തിൽ പങ്കാളികളാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ വളരെ പരസ്യമായിക്കൊണ്ട് അവർ പറഞ്ഞു തമിഴ്നാടിൻ്റെ സാംസ്കാരിക ചരിത്രം അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. നേരത്തെ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്ന DMKക്ക് ഇവിടെ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ, മന്ത്രിസഭയിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു അടുത്ത ചോയ്സ്, കോൺഗ്രസിന് ഭരണ പങ്കാളിത്തം കിട്ടുന്ന അടുത്ത ചോയ്സ് നോക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾ DMKക്ക് എതിരായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സ്റ്റാലിൻ പോലും വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ പരാജയപ്പെട്ടു. അവിടെ ഒരു BJP വിരുദ്ധ പൊളിറ്റിക്സ് അവിടെ ഉണ്ടാവണമെങ്കിൽ DMK BJPയുമായി ചേർന്ന് നിൽക്കുന്ന കക്ഷിയാണ്. അവരേതെങ്കിലും തരത്തിൽ അവിടെ മന്ത്രിസഭാ പ്രവേശം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ ഒരു BJP വിരുദ്ധ പൊളിറ്റിക്സ് അവിടെ ശക്തിപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് ആദ്യം തന്നെ TVKക്ക് അവിടെ പിന്തുണ കൊടുത്തു. അതിന് പിറകെ CPIഎമ്മും CPIയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കൊടുത്തു. അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായി DMKക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അവർ മുന്നണിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷയം വേറെയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ CPIഎമ്മും കോൺഗ്രസും നേരത്തെ തന്നെ 2 എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. വളരെ നേരത്തെ തന്നെ ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 10 വർഷത്തിൽ പ്രതിപക്ഷത്തായിരുന്നു. ആ പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് CPIഎമ്മിനകത്തുണ്ടായ ചില മാറ്റങ്ങൾ രാഷ്ട്രീയപരമായി നമുക്കതിനെ പുറത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം വന്നു. ഞങ്ങൾ ആ രാഷ്ട്രീയം പുറത്തു പറഞ്ഞു.
ഞങ്ങൾ അവിടേക്ക് ഇ ഡി പിണറായി വിജയന്റെ അടുത്തേക്ക് വരണം എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ട് ഇ ഡി അവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് ഇ ഡി CPM നേതാക്കളുടെ അടുത്ത് വരുന്നില്ല, മറ്റെല്ലാ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തും വരുന്ന, അവരെ പീഡിപ്പിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന ഇ ഡി ഇവിടെ എത്തുമ്പോൾ ഒരു സോഫ്റ്റ് കോർണർ പൊളിറ്റിക്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ സോഫ്റ്റ് കോർണർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തായാലും ഉദ്ദേശിച്ചത് എന്തായാലും ഇപ്പോൾ കണ്ടല്ലോ, ഇ ഡി വന്നല്ലോ, അത് കാണാനുമുണ്ടല്ലോ. എന്തായാലും ഡോക്ടർ PPP മുസ്തഫയിലേക്കാണ് പോകുന്നത്. ശ്രീ മുസ്തഫ, MA ബേബിയുടെ ഒരു കത്ത് പോയിരിക്കുന്നു ഖാർഗെക്ക്. അത് മാത്രമല്ല മുന്നണിയിലെ തന്നെ പലരിലേക്കും ആ കത്ത് പോയിട്ടുമുണ്ട്. ഇങ്ങനൊരു മൂല്യച്യുതി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇങ്ങനൊരു അസ്ഥിരമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസിന്റെ പങ്കെന്താണ്? അദ്ദേഹത്തിലേക്ക് എത്താം. എന്തായാലും ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോവുകയാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, എങ്ങനെ കാണുന്നു നിലവിലെ ഈ സാഹചര്യത്തെ? ഇന്ത്യ മുന്നണി അസ്ഥിരമാവുകയാണോ? അതിനകത്തെ പ്രശ്നങ്ങൾ അത് മറനീക്കി പുറത്തേക്ക് വരികയാണോ? എന്താണ് നിലവിൽ സംഭവിക്കുന്നത്? ഒപ്പം MA ബേബിയുടെ ഈ കത്തിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, DMKക്ക് ഉണ്ടായ ഒരു അസ്വാരസ്യം മാത്രമല്ല ന്യായമായ ഒരു പരാതിയാണ്. ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തോൽവി എന്നതല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല. DMK മുന്നണി പെട്ടെന്ന് മുന്നണിക്ക് പുറത്തേക്ക് പോവുകയാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കേരളത്തിലെ അവസ്ഥ. കേരളത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയും CPM തമ്മിലാണ് പ്രധാന മത്സരം. അവിടെ ഒരു രീതിയിലും രാഷ്ട്രീയമായി ഏകോപനം സാധ്യമല്ല. കോൺഗ്രസ് വിരുദ്ധതയിലാണ് CPM നിലനിൽക്കുന്നത്, CPM വിരുദ്ധതയിലാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇൻ കേരള KPCC നിരന്തരമായി BJP ബാന്ധവം ആരോപിക്കും ഇടതുപക്ഷത്തിന് നേരെ. സമാനമായ രീതിയിൽ BJP ബാന്ധവം കോൺഗ്രസിന് നേരെ ആരോപിക്കും ഇടതുപക്ഷം. ഇത് രണ്ടും ചേരുമ്പോൾ BJPയോട് ആരാണോ അടുത്ത് നിൽക്കുന്നത് അവർക്കെതിരെ എന്ന രീതിയിൽ രണ്ട് കക്ഷികളും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. അത് പക്ഷേ ചില സഭ്യതയുടെ ചില സീമകൾ ലംഘിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ്, KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ഇത് പറഞ്ഞാൽ ഓക്കെ, അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുള്ള ശ്രീ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയോ പ്രിയങ്ക ഗാന്ധിയോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു നിറമാണുള്ളത്. കാരണം കേരളത്തിന് പുറത്ത് ഇവർ സഹകരിക്കുന്നവരാണ്. നോക്കൂ, രാജസ്ഥാനിൽ CPMന് ഒരു മെമ്പറുണ്ട്, മെമ്പർ ഓഫ് പാർലമെന്റ്. ആരുടെ കെയർ ഓഫിലാണ്? കോൺഗ്രസിന്റെയും കൂടെ വോട്ടില്ലാതെ രാജസ്ഥാനിൽ നിന്നും CPMന് ഒരു MP ഉണ്ടാകുമോ? CPMന് 2 MPമാരുണ്ട് തമിഴ്നാട്ടിൽ, CPIക്ക് 2 MPമാരുണ്ട്. ആരുടെ പിന്തുണയാണ്? DMKയുടെ പിന്തുണയിലാണ് അവർക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞ. കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്ന് കൂട്ടിക്കോളൂ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസിന് 100 സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കക്ഷികളുടെ ഒക്കെ കൂടെ പിന്തുണ അവിടെ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മറ്റ് കക്ഷികൾ കോൺഗ്രസിനോടും തീർച്ചയായും കടപ്പാടുകളുണ്ട്. ഈ കടപ്പാടുകളെല്ലാം പെട്ടെന്ന് മാറ്റിവെച്ചിട്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി പ്രായോഗിക രാഷ്ട്രീയം എന്ന പേരിൽ തമിഴ്നാട്ടിൽ വിജയ് പാർട്ടി വന്നപ്പോൾ അവരോടങ്ങ് ചേരുകയാണ്. ന്യായം പറയുന്നതോ DMK ഒരിക്കലും ഒരു മന്ത്രിസഭയിൽ കോൺഗ്രസിന് അസ്തിത്വം കൊടുത്തില്ല, സാന്നിധ്യം കൊടുത്തില്ല. ഇപ്പോൾ തങ്ങൾക്ക് 5 MLAമാരുണ്ട്. അത് DMK ബാന്ധവത്തിലുള്ള MLAമാർ കൂടിയാണ് എന്നോർക്കണം. അതിൽ 2 പേർക്ക് തമിഴ്നാട് മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തു. ഞങ്ങൾ സന്തുഷ്ടരായി എന്ന് പറയുകയാണ് കോൺഗ്രസ്. അതിൽ തെറ്റൊന്നുമില്ല, പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണ്. അത് മാത്രമല്ല, ഒരു രാജ്യസഭാ സീറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് അവിടുത്തെ താരതമ്യേന ചെറിയ കക്ഷിയായ കോൺഗ്രസിന് തമിഴക വെട്രി കഴകം വിജയ് വെച്ച് നീട്ടുകയാണ്. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണ്ടു എന്നതാണ്. അപ്പൊ ഇവിടെ പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണ്, സംസ്ഥാന തലത്തിൽ പ്രായോഗികത തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചാബിൽ നോക്കൂ, കോൺഗ്രസിന് ഒരു രീതിയിലും ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാനാവില്ല. ഇപ്പം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ ഇല്ലയോ എന്നത് വേറൊരു ഡിബേറ്റബിൾ പോയിന്റാണ്. പക്ഷെ ഒരിക്കലും സഹകരിക്കാനാവില്ല. ഈ 2 കക്ഷികൾ തമ്മിലാണ് പഞ്ചാബിലെ പ്രധാന മത്സരം. ഡൽഹിയിലും യോജിക്കുന്നതിന് പരിമിതികളുണ്ട്. ബംഗാളിൽ ഇപ്പോൾ യോജിക്കാം. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ, മമതാ ബാനർജിയുടെ പാർട്ടി തകർന്ന് തരിപ്പണമായി.
അങ്ങനെ വന്നപ്പോൾ മമതയ്ക്ക് പ്രത്യേക സോണിയാഗാന്ധിയോടൊരു സ്നേഹക്കൂടുതൽ ഇപ്പോൾ അങ്ങനെ സോണിയാഗാന്ധിയെ ഇപ്പോൾ കാണാൻ നിൽക്കുകയാണ് മമതാ ബാനർജി. അത് മാത്രമല്ല അവരുടെ കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ മമത പുറത്തുപോയ മമത അല്ലെങ്കിൽ മാറി നിന്ന ഇടംതിരിഞ്ഞു നിന്ന മമത പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യ മുന്നണിയിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടിയായിരുന്നു, ചാണ്ടി മുറുകുമ്പോൾ തൊമ്മനായിരുന്നു. DMK പോയപ്പോൾ TMC വരുന്നു. ഇനി TMC പോകുമ്പോൾ മറ്റൊരാൾ വരും. 23 പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ മുന്നണി ഉത്ഭവത്തിൽ തന്നെ ജന്മനാ തന്നെ വൈകല്യങ്ങളുള്ള പാർട്ടിയാണ്. അതങ്ങനെ തന്നെയാണ്, അതങ്ങനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് ഭാവിയിൽ പോരടിക്കേണ്ടി വരും എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി ഉണ്ടായത്. അപ്പം അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. പക്ഷേ എത്രത്തോളം സമചിത്തതയോടെ ഇതിലെ കക്ഷികൾ സംസ്ഥാന തലത്തിൽ ജ്യേഷ്ഠാവകാശം അർഹിക്കുന്നിടത്ത് കൊടുക്കുക, അതാണ് പരസ്പര മാന്യത, പരസ്പര ബഹുമാന, വിശ്വാസം. ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് ആരോ അവർ തീർച്ചയായും മുന്നണി രാഷ്ട്രീയത്തിലുള്ള മനോഭാവത്തിൽ എത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഓക്കെ, ഡോക്ടർ VPP മുസ്തഫയിലേക്കാണ് പോകുന്നത് ഇനി. മുസ്തഫ, ഈ ഒരു കാര്യത്തിൽ ഒരു കത്ത് വന്നിരിക്കുകയാണ് എം എ ബേബിയുടെ. അത് ഖാർഗെക്കാണ് കൈമാറിയിട്ടുള്ളതും. എന്തായാലും അതിനുശേഷം എന്ത് നടപടിക്രമങ്ങളിലേക്ക് കടക്കും അല്ലെങ്കിൽ എന്ത് പ്രതികരണത്തിലേക്ക് കടക്കും മുന്നണി എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത്. അദ്ദേഹത്തിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്യാംരാജിലേക്ക് പോവുകയാണ്. ശ്രീ P. ശ്യാംരാജ്, BJPക്കെതിരെ ഉള്ളൊരു മുന്നണി, BJPയുടെ രാഷ്ട്രീയ ശരികേടുകൾക്കെതിരെ സംസാരിക്കാൻ ഒരു മുന്നണി, അത് എല്ലാ പാർട്ടികളെയും ചേർത്തുകൊണ്ട് എന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടത്. അതിനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ ED ഉപയോഗിച്ച് പല ഘട്ടങ്ങളിൽ നടന്നിട്ടുമുണ്ട്. ബംഗാളിൽ ഇപ്പോൾ അങ്ങനെ ഒരു അസ്ഥിരമായ സാഹചര്യമാണ്, സവിശേഷമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതും. ഇങ്ങനൊരു നീക്കങ്ങൾ BJP തുടരുകയാണോ? ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലെ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബംഗാളിൽ ED ഉപയോഗിച്ചുകൊണ്ടാണോ ഇന്ത്യ സഖ്യം തകർന്നത്? ബംഗാളിൽ ED ഉപയോഗിച്ചുകൊണ്ടാണോ ഇന്ത്യ സഖ്യം തകർന്നത്? അതേ മമതാ ബാനർജിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുണ്ടോ? നമ്മൾ വെറുതെ ഒരു കോൺഗ്രസ് പറയുന്ന ഒരു വാദം നിങ്ങൾ എന്തായാലും ഉന്നയിക്കരുത്. നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്ന അലയൻസ് ഒരു പേപ്പർ മുന്നണി മാത്രമാണ്. അതല്ലാതെ യാഥാർത്ഥ്യത്തിൽ അത് ഉണ്ടായിരുന്നോ എന്നോ ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ അതിൻ്റെ കാരണക്കാരെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടി തന്നെയാണ്, പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. നിങ്ങൾ തമിഴ്നാട്ടിലെ കാര്യം തന്നെ ഒന്ന് ആദ്യം എടുത്തു നോക്കും. സത്യത്തിൽ ബാഹുബലിയെ കട്ടപ്പ കുത്തിയേക്കാളും വലിയ കുത്താണ് തമിഴ്നാട്ടിൽ DMKനെ കോൺഗ്രസ് പാർട്ടി കുത്തിയത്. DMKയുടെ ഒപ്പം നിന്നിട്ട് DMKയുടെ പ്രവർത്തകർ പോസ്റ്റർ ഇട്ടിച്ചിട്ട് സ്റ്റാലിൻ്റെ പടം ഉപയോഗിച്ചിട്ട് അവിടെ 5 MLA-മാരെ കോൺഗ്രസിനെ ജയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ DMKനെ പുറകിൽ നിന്ന് കുത്തിയിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് അവിടെ മന്ത്രിസഭയിലേക്ക് TVKയുടെ മന്ത്രിസഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കരിമൊഴി പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള ലെറ്ററിൽ പറയുന്നത് ഞങ്ങളെ ഇവർ വഞ്ചിച്ചു, അതായത് DMKയെ കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചു, DMKയെ കോൺഗ്രസ് പാർട്ടി പിന്നിൽ നിന്ന് കുത്തി, അതുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞത് ആരാണ്? DMK ആണ്, ഇവരുടെ സ്വന്തം ആളുകളാണ്. ഇനി അടുത്ത നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ എടുത്ത് നോക്കൂ. വെസ്റ്റ് ബംഗാളിലെ അവസ്ഥ എന്താണ്? മമതാ ബാനർജിയുടെ കയ്യിലിരിപ്പ് കാരണം മമതാ ബാനർജിയെ ജനം അവിടെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ നിലവിലുള്ള ഈ TMCക്കുള്ള 28 MP-മാരിൽ 23 പേരും മറുവശത്താണ്. വെറും 5 പേര് മാത്രമാണ് ഇവർ മമതയോടൊപ്പം ഉള്ളത്. ഇനി 80 MLA-മാരുള്ളത്, അതിനകത്ത് 56 പേരെന്തോ മറുഭാഗത്താണ്, വിമതരുടെ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ മമതാ ബാനർജിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ മഹാരാഷ്ട്രയിലോട്ട് വന്നോളൂ. മഹാരാഷ്ട്രയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ശരത് പവാറിന്റെ NCP നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഉദ്ധവ് താക്കറെയുടെ അവിടെ ശിവസേന നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ജാർഖണ്ഡിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ജാർഖണ്ഡിൽ നിലവിൽ ഒഴിവ് വന്നിട്ടുള്ള 2 രാജ്യസഭാ സീറ്റിലേക്ക് അവിടെ JMM-ഉമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയില്ലാതെ കോൺഗ്രസ് പാർട്ടി ഖാർഗെയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയെ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥിയാക്കിയെന്ന്. ഇതെന്ത് അലയൻസാണിത്? എന്ത് മുന്നണിയാണിത്? ഇവർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് തോന്നുന്ന പോലെ പോവുക, TMCക്ക് തോന്നുന്ന പോലെ പോവുക, DMKക്ക് തോന്നുന്ന പോലെ പോവുക. ഇതെന്ത് അലയൻസാണുള്ളത്? ഇനി കേരളത്തിലെ പാർട്ടികളെ നിങ്ങൾ എടുത്തു. CPM ഇന്ന് കത്തയച്ചിട്ടില്ല, ശ്രീ MA ബേബി കത്തയച്ചിട്ടില്ലേ? ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഇവർ ആ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി പറ്റും. എന്തിന്? ചെറു പാർട്ടിയായിട്ടുള്ള CPI D രാജ പോലും പറഞ്ഞിരിക്കുന്നത് വി വിൽ ഹാവ് എ ഡിസ്കഷൻ, വി ദ ലെഫ്റ്റ് പാർട്ടീസ് വിൽ ഹാവ് എ ഡിസ്കഷൻ, എന്നിട്ട് ഞങ്ങൾ പോകുന്ന പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു അലയൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. JMM പറഞ്ഞ് ഏക് തരഫ പ്യാർ എന്ന് വെച്ചാൽ ഏകപക്ഷീയമായ പ്രണയം, വൺ സൈഡ് ലവ് എന്നൊക്കെ നമ്മൾ അറിയില്ലേ, അങ്ങനെയായിരുന്നു JMM-ന് കോൺഗ്രസിനോട്. കോൺഗ്രസ് ആ മര്യാദ തിരിച്ചു കാണിച്ചില്ല എന്നാണ് JMM പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതല്ലെങ്കിൽ തുടക്കത്തിൽ ഇതിന് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് അവതാരക ചോദിച്ചതും കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി വന്നത് തന്നെ BJP വിരുദ്ധത എന്നുള്ളൊരൊറ്റ ആശയം മുന്നോട്ട്
മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വേണ്ട ഏതൊരു രാജ്യത്ത് നിങ്ങൾ എടുത്തോളൂ, ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ നിങ്ങൾ എടുത്തോളൂ, ഒരു പാർട്ടിയെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരു മുന്നണിക്കോ മറ്റൊരു പാർട്ടിക്കോ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ ഇന്ത്യ മുന്നണിയുടെ ഇവരുടെ അലയൻസിന്റെ പോളിസി എന്താ? നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഇവർക്കൊരു പോളിസി ഉണ്ടോ? പോളിസി ഇല്ല. ഇവർക്ക് ആകെ എങ്ങനെയെങ്കിലും കേരളത്തിൽ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് CPM-നും കോൺഗ്രസിനും കൂട്ടുകൂടണം, തമിഴ്നാട്ടിൽ BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട് DMK-ക്കും കോൺഗ്രസിനും കൂട്ടുകൂടണം, UP-യിൽ BJP ജയിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അഖിലേഷ് യാദവിനും കോൺഗ്രസിനും കൂട്ടുകൂടണം, മഹാരാഷ്ട്രയിൽ BJP വരരുത് എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസിന് ശരത് പവാറിനും അതോടൊപ്പം ഉദ്ധവ് താക്കറേക്കും കൂട്ടുകൂടണം. ഇനി വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ BJP വരരുത് എന്ന് വിചാരിച്ചിട്ട് മമതാ ബാനർജിയും കോൺഗ്രസിനും കൂട്ടുകൂടണം. എന്നതിനപ്പുറത്തേക്ക് ഇനി ദേശീയ തലത്തിലാണെങ്കിൽ എങ്ങനെയും BJP തോൽപ്പിക്കാൻ ശ്രമിക്കണം എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ് കണ്ട മുള്ളുമുരിക്ക് മൂർഖൻ പാമ്പ് മുഴുവൻ ആൾക്കാരോടും ഒപ്പം കൂടി പൊട്ടിപ്പൊളിഞ്ഞു വന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇവരുടെ അടിസ്ഥാന ആശയം? എന്താണ്? പോട്ടെ, ഇവരുടെ പോളിസി എന്താ? പ്രൈമറി പോളിസി എന്ന് പറഞ്ഞൊരു സംവിധാനം അവർക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ നാട്ടിൽ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരിച്ചടി കൊടുത്തു. തമിഴ്നാട്ടിലായാലും വെസ്റ്റ് ബംഗാളിലായാലും മഹാരാഷ്ട്രയിലായാലും എല്ലായിടത്തും നല്ല തിരിച്ചടി കൊടുത്തു. പിന്നെ ഇങ്ങനെ ഒരു മുന്നണിയേ ഇല്ല. ഇവരിങ്ങനെ തമ്മിൽ ഇതിന് മുന്നണി എങ്ങനെയാ പറയാ? ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ എന്താണ്, DMK പിണങ്ങിപ്പോയി കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും രണ്ട് കോണം നിൽക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എന്ത് മുന്നണിയാ? കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം, തമിഴ്നാടിന്റെ പ്രത്യേക സാഹചര്യം, കർണാടകത്തിന്റെ പ്രത്യേക സാഹചര്യം, അങ്ങനെ മുന്നണിയേ ഇല്ല. ഞങ്ങൾക്കതിന് സന്തോഷമുള്ളൂ. കാരണം ഈ മുന്നണി ഇല്ലാതാവണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക. അതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല. പക്ഷേ ഇത് മുന്നണി എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അരവിന്ദ്, ഇങ്ങനൊരു ആശ്വാസം അല്ലെങ്കിൽ ഇങ്ങനൊരു ആനന്ദം BJP പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യ മുന്നണി പോയത്? അതിൽ കോൺഗ്രസിന് പങ്കില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി. ആ രാഷ്ട്രീയ കക്ഷിക്ക് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ മമതാ ബാനർജി നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ സഖ്യകക്ഷികളോട് നേരത്തെ കാണിച്ച സമീപനം, ഇന്ന് അവർ കാണിക്കുന്ന സമീപനം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. CPIM കേരളത്തിനകത്ത് കോൺഗ്രസിനോട് കാണിച്ച സമീപനം നമ്മൾക്കൊക്കെ അറിയാവുന്നത്. ഇപ്പോൾ BJP-യുടെ പ്രതിനിധി സംസാരിച്ച ചില പ്രയോഗങ്ങളും ഭാഷകളുമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അവർ രാഹുൽ ഗണ്ഡി എന്നൊക്കെയാണ് വിളിക്കാറ്. CPM-ന്റെ ഒരു MLA കേരള നിയമസഭയ്ക്കകത്ത് തിരുവമ്പാടിയുടെ MLA ലിൻഡോ ജോസഫ് രാഹുൽ ഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും പ്രയോഗിച്ചത് RSS പറയുന്ന അതേ ഭാഷയ്ക്കകത്താണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വിരോധം വളരെ ശക്തമാണ് CPM-ന് അകത്ത് ഉള്ളത്. അങ്ങനെ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ വന്നപ്പോൾ നേരത്തെ ഇപ്പൊ ഇന്ന് ഈ ശ്രീ MA ബേബി കൊടുത്ത കത്തിനകത്ത് രക്തസാക്ഷികളുടെ കണക്കൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ശ്രീ M എന്ന് പറയുന്ന ഒരാളുടെ മധ്യസ്ഥതയിൽ CPM-ഉം RSS-ഉം തമ്മിൽ ഒരുമിച്ച് ചേർന്നതിന് ശേഷം അവർ തമ്മിൽ ഒരു ശത്രുതയും കേരളത്തിനകത്ത് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ഭരണകാലത്ത് CPM-ഉം BJP-യും തമ്മിൽ പല ഇലക്ഷൻ കാലം വരുമ്പോഴും അല്ലാത്ത സമയം വരുമ്പോഴും ഒക്കെ യോജിപ്പിലാണുള്ളത്. അത് ഞങ്ങൾ തുറന്നു കാണിച്ചു എന്നുള്ളത് രാഷ്ട്രീയപരമായി തെറ്റാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ കോഴിക്കോട് കൊടുവള്ളിയിൽ ഒരു പൊതുയോഗത്തിൽ ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി വിളിക്കുന്ന പേര് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമല്ലേ? അപ്പൊ അതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാര്യമാണ്. രണ്ടാമത്തെ BJP-യുടെ കാര്യം, ഞങ്ങൾ നിങ്ങളോട് നിങ്ങളിപ്പോ പറഞ്ഞിരിക്കുന്ന സഖ്യം 89-ൽ VP സിംഗിന്റെ ഇടത്തെ കൈ നിങ്ങൾ വാജ്പേയിയാണ് പിടിച്ചത്, വലത്തെ കൈ പിടിച്ചത് അന്ന് EMS ആണ്. അന്ന് കോൺഗ്രസ് വിരുദ്ധത എന്നൊരു പൊളിറ്റിക്സ് മാത്രമേ ഉണ്ടായിരുന്നു. ഏത് തലത്തിലായിരുന്നു അന്ന് BJP-ക്ക് ജനതാദളുമായിട്ടോ അല്ലെങ്കിൽ CPM ലെഫ്റ്റ് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എന്ത് ആശയധാരയായിരുന്നു ഉണ്ടായത്? ഒരാശയധാരയും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ആശയധാര മാത്രമായിരുന്നു. കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് പുറത്തേൽപ്പിക്കുക എന്നുള്ളത് അത് നിങ്ങൾ സാവകാശം അത് നിങ്ങൾ അച്ചീവ് ചെയ്തു. അതിനുശേഷം നിങ്ങളെ സഖ്യകക്ഷികളൊക്കെ മാറിപ്പോയി. ഇപ്പൊ കർണാടകയ്ക്കകത്ത് നിങ്ങൾക്ക് എന്നും എതിരുന്ന ദേവഗൌഡ, ഒരുപക്ഷെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിയായ ദേവഗൌഡ BJP വിരുദ്ധതയുടെ പേരിൽ അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമി കർണാടകയുടെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ ചെയ്തത്? കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രവുമായി കൊണ്ട് ആ കുമാരസ്വാമി BJP-യുടെ സഖ്യകക്ഷിയായി മാറി. നമ്മളിത് കണ്ടതല്ലേ? എന്ത് ആശയധാരയുടെ പേരിലാണ് അവിടെ ജനതാദൾ വന്നത്? അതേ ജനതാദളിന്റെ കേരള ഘടകം പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്കകത്ത് മന്ത്രിയല്ലായിരുന്നോ? എന്ത് ആശയധാരയുടെ പേരിലാണ് ദേവഗൌഡയെ അംഗീകരിക്കുന്ന മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും അടക്കമുള്ള ആളുകൾ പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്കകത്ത് അംഗമായിട്ടുള്ളത്? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ എത്രയോ കാലമായിട്ടുണ്ടാകുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ രാജ്യത്ത് BJP-ക്ക് ബദലായിക്കൊണ്ട് രാഷ്ട്രീയം ഉണ്ടാക്കാൻ സമാനമായ കക്ഷികളുമായി ചേർന്ന് നിന്ന് പോവുക എന്നുള്ളത് തന്നെയാണ്. അവിടെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പുതിയ രാഷ്ട്രീയ കക്ഷിയായി കൊണ്ട് വിജയ്, അത് മതേതര രാഷ്ട്രീയത്തിൽ ചേർന്ന് നിൽക്കുന്ന വിജയ്, നേരത്തെ കോൺഗ്രസിൽ ചേരണമെന്ന് ആഗ്രഹിച്ച കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് പോകുന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ഞങ്ങൾ ബാന്ധവത്തിലാണ്. അതൊരു ഫാക്റ്റാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ അടുക്കളയ്ക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന
സ്റ്റാൻഡ് DMK എടുത്തു. കോൺഗ്രസ് മന്ത്രിസഭയ്ക്കകത്ത് DMKക്ക് പങ്കാളിയാവാൻ ഇന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ജനം ആ DMKയോട് എതിര് കാണിച്ചു നിൽക്കാൻ ഭരണത്തിന്റെ സ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേരാൻ പാടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുക. നമുക്ക് 2029 രാഷ്ട്രീയത്തിനകത്തേക്ക് കൂടുതൽ ശക്തമായ കക്ഷികളെ നമുക്ക് ആവശ്യമുണ്ടാകും. ഇപ്പൊ CPIM സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പൊ കേരളത്തിന് പുറത്ത് കിട്ടിയ കൂടുതൽ ശക്തരായ കക്ഷികളെ ആവശ്യമുണ്ടായേക്കാം. പക്ഷേ ഇത്രകാലം ഒപ്പം നിന്ന ആളുകളെ തഴഞ്ഞുകൊണ്ടായിരിക്കുമോ ആ സഖ്യത്തിലേക്ക് ഇത്ര വലിയ ആളുകളെ കൂട്ടിച്ചേർക്കുന്നത് എന്ന ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഡോക്ടർ VPP മുസ്തഫയിലേക്കാണ് പോകുന്നത്. ഡോക്ടർ VPP മുസ്തഫ, ഒരു കത്ത് MA ബേബിയുടേതായി ഖാർഗെക്ക് പോയിട്ടുണ്ട്. ആ കത്തിന്മേൽ പരാമർശങ്ങളെല്ലാം എല്ലാവരും കണ്ടതാണ്. ഇന്ത്യ മുന്നണിയിലെ പലർക്കും ആ കത്ത് ലഭിച്ചിട്ടുമുണ്ട്. ആ കത്തിലെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത് മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഉണ്ടായിട്ടുള്ള രക്തസാക്ഷികളെ കുറിച്ചെല്ലാം അടിവരയിട്ട് പറയുന്നുമുണ്ട്. ഇങ്ങനൊരു സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യ സഖ്യത്തിൽ തുടരാൻ കഴിയില്ല എന്ന നിലപാടിന്മേലാണോ ഇങ്ങനൊരു കത്ത്? എന്താണ് വിവരങ്ങൾ? ഇന്ത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയിൽ തുടരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ CPIM എത്തിയിട്ടില്ല. കാരണം ഈ മുന്നണിയുടെ രൂപീകരണത്തിൽ തന്നെ ഇങ്ങനെയൊരു വിശാലമായ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് CPIM. പ്രത്യേകിച്ച് 2023 BJP വിരുദ്ധമായിട്ടുള്ള ഒരു പൊതുവിശാല വേദി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അന്ന് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ദിവംഗതനായ സഖാവ് സീതാറാം യെച്ചൂരിയാണ്. യെച്ചൂരിയുടെ വലിയ ഇടപെടലാണ്. എത്രയോ അറ്റങ്ങളിൽ കടക്കുകയായിരുന്നു. അന്ന് ഒരു കാരണവശാലും സോണിയാഗാന്ധി അംഗീകരിക്കാൻ മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. നിതീഷ് കുമാറിന് വേറെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരെ എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം BJPയുടെ ഈ നവഫാഷിസ്റ്റ് മുന്നേറ്റത്തെ തടയിടുക എന്നുള്ളതാണ്. 10 വർഷമായിട്ട് തുടരുന്ന മോഡി ഭരണം നമ്മുടെ ജനാധിപത്യത്തിന് പരിക്കേൽപ്പിക്കുന്നു, ഭരണഘടനയ്ക്ക് പരിക്കേൽപ്പിക്കുന്നു, മതനിരപേക്ഷതയ്ക്ക് പരിക്കേൽപ്പിക്കുന്നു, ഫെഡറലിസത്തിന് പരിക്കേൽപ്പിക്കുന്നു, പ്രതിപക്ഷ രാഷ്ട്രീയ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള വിശാല താല്പര്യം വന്നപ്പോൾ അങ്ങനെ ഒരു മുന്നണി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അതിനിർണായകമായ പങ്കുവഹിച്ച ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPIM ഇപ്പോൾ ഏതായാലും ഇന്ത്യ കൂട്ടായ്മയിൽ നിന്ന് മാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇന്ത്യ കൂട്ടായ്മയിൽ പ്രധാന പങ്ക് വഹിക്കേണ്ട കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ തുടർന്നുള്ള നിലപാട്, ആ അടിസ്ഥാനത്തിൽ ഇനി വേറെ തീരുമാനം വരുമോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയാൻ ഞാനാണല്ലോ. പക്ഷെ ഇപ്പൊ ഏതായാലും CPIM അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളത്തെ യോഗത്തിലും പങ്കെടുക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്, ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 2016 19 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തായിരുന്നു രാജ്യത്ത് കോൺഗ്രസിന്റെ അവസ്ഥ? സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് അന്ന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. പക്ഷേ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് പദവി ലഭിക്കാനുള്ള സീറ്റുകൾ പോലും കിട്ടാത്ത വിധത്തിൽ ദയനീയമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥിതി. 2016 19 തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പുകളിൽ 10 വർഷം ഏറ്റവും ദയനീയമായ സ്ഥിതിയിലായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതൃപദവിയിലാണ് ഇരിക്കുന്നത്. അന്ന് 2016 42 സീറ്റും 2019 54 സീറ്റിലും മാത്രമായി ഒതുങ്ങിയിരുന്ന കോൺഗ്രസിന് പിന്നെ 3 അക്കം കാണാൻ വേണ്ടി കഴിഞ്ഞത് 2024 അത് കോൺഗ്രസ് മുന്നണിയുടെ കൂടി പിൻബലത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഞങ്ങൾക്കും ഒരു 3 or 4 സീറ്റിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത് തമിഴ്നാട്ടിലും രാജസ്ഥാനിലും ഒക്കെയായി ഒരു 3 or 4 സീറ്റിലേക്ക് CPIM എത്താൻ വേണ്ടി കഴിഞ്ഞത് ആ ഇന്ത്യ കൂട്ടായ്മയുടെ തന്നെ ഭാഗമായിട്ട് തന്നെയാണ്. അത് നിഷേധിക്കുകയല്ല. പക്ഷെ അപ്പോൾ കാണേണ്ടത്, ദീർഘകാലം രാജ്യം ഭരിച്ചൊരു കോൺഗ്രസ്, ഏകകക്ഷി ഭരണം മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന് 10 വർഷം പ്രതിപക്ഷ നേതൃപദവി പോലും ലഭിക്കാതിരുന്ന അവസ്ഥയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോ ആ ക്യാബിനറ്റ് റാങ്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ പറഞ്ഞ ഇന്ത്യ കൂട്ടായ്മയുടെ കൂടി ഭാഗമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചപ്പോഴാണ്. എന്നിട്ട് അതിനുശേഷം ഇത്ര വലിയ മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റിന്റെ എണ്ണം കുറക്കാൻ വേണ്ടി കഴിഞ്ഞു. അവർ 400+ പറഞ്ഞു നടന്നിരുന്നതാണ്. ഭരണഘടന ഉൾപ്പെടെ RSSന്റെ 100ാം വാർഷികത്തിൽ മാറ്റി തീർക്കാൻ അവരെല്ലാ പദ്ധതിയും പ്ലാൻ ചെയ്തതാണ്.
എന്നാൽ അതിന് സാധിക്കാത്ത വിധത്തിൽ BJP-യുടെ സീറ്റ് 240 കുറയ്ക്കാനും NDA മുന്നണിയുടെ ആകെ സീറ്റ് അവര് നിതീഷ് കുമാറിനെയും അതുപോലെ TDP-യെയും കൂടെ ചേർത്തിട്ട് പോലും കഷ്ടിച്ച് 300-ൽ താഴെ മാത്രം എത്തുന്ന നിലയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത് ഇന്ത്യ കൂട്ടായ്മയുടെ വലിയ മുന്നേറ്റം, അതിന്റെ ഭാഗമായിട്ട് അന്ന് നടന്ന കർഷക സമരം ഉൾപ്പെടെ ഉത്തരേന്ത്യൻ നാടുകളിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ. പക്ഷെ അതിന്റെ പിറകെ എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ്, മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഡൽഹിയിൽ സ്വീകരിച്ച സമീപനം നമ്മുടെ മുമ്പിലില്ലേ? ഈ പറയുന്ന വിശാല താല്പര്യത്തിലേക്കാണോ? കോൺഗ്രസിന് ഉൾപ്പെടെ ഒരു പുനരുജ്ജീവനത്തിനുള്ള വഴിയുണ്ടാക്കി കൊടുത്ത ഇന്ത്യ കൂട്ടായ്മയുടെ ആ പൊതു താല്പര്യം രാജ്യത്തിന് ഏറ്റവും ഭീഷണിയായ നവഫാഷിസത്തിന്റെ വക്താക്കളായ BJP-ക്ക് കടിഞ്ഞാടിടാൻ പറ്റുന്ന വിധത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ തൊട്ടു പിറകെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സന്ദർഭത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കാൻ തയ്യാറായോ? അതല്ലേ കോൺഗ്രസ് കാണിച്ചത്? ഇപ്പോ ഇവിടെ തമിഴ്നാട്ടിൽ TVK വിജയിച്ചപ്പോ അതുവരെ ഉണ്ടായിരുന്നയാളെ വിടുന്നത് മാത്രമല്ല, ഇവർ കാണിച്ചൊരു സമീപനം അതല്ലേ. അപ്പൊ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ അപകടമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഇപ്പോ രാജ്യത്ത് ഏറ്റവും നല്ല സാഹചര്യം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇപ്പോഴും പറ്റില്ലേ? ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവും അതുപോലെ വനിതാ സംവരണ ബില്ലും പാർലമെന്റിൽ കൊണ്ടുവരാൻ നോക്കിയില്ലേ? എങ്ങനെയാ നമുക്ക് പരാജയപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത്? കോൺഗ്രസിന്റെ മാത്രം തിണ്ണബലം കൊണ്ടല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നല്ലേ ഈ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ പാർട്ടികളും ചേർന്ന് യോഗം ചേർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. CPM-ന്റെയും CPI-യുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു. എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നപ്പോൾ നമുക്ക് ഏറ്റവും ഭീഷണിയാകുന്ന രാജ്യത്ത് പ്രതിപക്ഷം അല്ലെങ്കിൽ BJP ഇതര രാഷ്ട്രീയത്തിന് ഒരിടവും നൽകാത്ത വിധത്തിൽ അങ്ങനെ ഒരു ഫാഷിസ്റ്റ് തേർവാഴ്ചക്ക് ശ്രമിച്ചപ്പോൾ ആ ബില്ലിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലേ? ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാടുകൾ ഗുണപരമാണോ? ഇതാ ഞങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം. ആ വിമർശനമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിപ്പോ തോറ്റപ്പോ ഈ കൊടുത്ത കത്ത് മാത്രമല്ല, കേരളത്തിൽ പരാജയപ്പെട്ടപ്പോൾ കൊടുത്ത കത്ത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാർച്ച് മാസത്തിലെ യോഗം ചേർന്നപ്പോൾ അന്ന് CPM-ന് വേണ്ടി പങ്കെടുത്ത ജോൺ ബ്രിട്ടാസും CPI-ക്ക് വേണ്ടി പങ്കെടുത്ത സഖാവ് P. സന്തോഷ് കുമാറും എന്താണ് ആ യോഗത്തിൽ പറഞ്ഞത്? അന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുക മാർച്ച് മാസത്തിൽ. അപ്പോ അന്ന് രാഹുൽ ഗാന്ധിയൊക്കെ നടത്തുന്ന ഈ പ്രചരണത്തെ കുറിച്ചുള്ള വിമർശനം അന്ന് ഉന്നയിച്ചു. അന്ന് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയ മറുപടി, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, ഈ ബില്ലിന്റെ അജണ്ട മാത്രമേ നമ്മൾ ഈ യോഗത്തിൽ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോ തോറ്റപ്പോ മാത്രം എന്തോ രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ അവരുടെ പരാമർശങ്ങൾക്കെതിരെ കത്ത് കൊടുത്തതല്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ യോഗം ചേർന്നപ്പോൾ തന്നെ കേരളത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാടിനെ വിമർശിച്ചു. എന്നാൽ കേരളത്തിൽ ഞങ്ങൾ വിമർശിക്കട്ടെ, അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യട്ടെ. അതിലൊന്നും ഞങ്ങൾ യാതൊരു പരാതിയും പ്രശ്നങ്ങളും പറയുന്നില്ലോ. കാരണം കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. സ്വാഭാവികമായിട്ടും UDF-ന്റെ ശക്തമായ വിമർശനം ഉണ്ടാകും. അവരത് ഉന്നയിക്കേണ്ടതും തന്നെയാണ്. ഞങ്ങൾ തിരിച്ചും പറയും. എന്നാൽ അതല്ലല്ലോ ദേശീയ നേതൃത്വം എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത്. കോൺഗ്രസിന്റെ ഒരു ലീഡിംഗ് റോളിനെ കുറിച്ച് ഒരു പാൻ ഇന്ത്യ സാഹചര്യം ഇപ്പോഴുമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എടുക്കേണ്ട നിലപാടുകളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവട്ടെ. പഴയ തളമ്പ് കൊണ്ടൊന്നും കോൺഗ്രസിന് ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും NDA എന്ന് പറയുന്ന BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ബദലായി ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുന്ന അടിയുറച്ച ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയെടുക്കാൻ കോൺഗ്രസ് ഏറ്റവും ഉചിതമായ പക്വതയുള്ള സമീപനം സ്വീകരിക്കാൻ തയ്യാറാകണം. ഓക്കെ, നിജേഷ് അരവിന്ദനിലേക്കാണ്. അങ്ങേക്ക് മറുപടി പറയാം അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ. അല്ല, അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ തെറ്റുകളുണ്ട്. ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വിരുദ്ധമായ സമീപനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ നേരത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥലമാണ്. ഹരിയാനയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ പിന്നീട് വന്ന ബംഗാളിലോ ഒന്നും നമ്മൾ വേറിട്ടൊരു മുന്നണിയായിട്ട് മത്സരിച്ചിട്ടേ ഇല്ല. ബീഹാറിൽ ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്നാണ്. ബീഹാറിലാണ് നേരത്തെ CPM ഒറ്റയ്ക്ക് മത്സരിച്ചതും ആ സാധ്യതകളെ നേരത്തെ ഇല്ലാതാക്കിയതും. ബീഹാറിലൊക്കെ ഈ തെരഞ്ഞെടുപ്പില്ല, തൊട്ടുമുമ്പിലത്തെ തെരഞ്ഞെടുപ്പില്ല. അപ്പൊ അത് അങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പഠിക്കുക. പിന്നെ ഈ നാളത്തെ യോഗത്തിനകത്ത് വന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസിനെ വിമർശിക്കേണ്ടടുത്ത് കോൺഗ്രസിനെ വിമർശിക്കാം. ആ വിമർശനം ഏറ്റുവാങ്ങാൻ കോൺഗ്രസ് തയ്യാറാണ്. തിരുത്തലുകൾ വരുത്താനും തയ്യാറാണ്. പിന്നെ 2 തെരഞ്ഞെടുപ്പിൽ 40 സീറ്റിലേക്കും 50 സീറ്റിലേക്കും ഒതുങ്ങിപ്പോയ കോൺഗ്രസ് തിരിച്ചു വന്നു എന്നുള്ളതിന് ഞങ്ങൾ കഠിനാധ്വാനവും നടത്തിയിട്ടുണ്ട്.
നമ്മൾക്കൊക്കെ അറിയാവുന്നത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് വലിയ മാറ്റമുണ്ടായ ഒരുപക്ഷെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന്റെ തിരിച്ചുവരവിൽ, പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ തിരിച്ചുവരവിൽ ഏറ്റവും ശക്തിയുണ്ടാക്കിയ, ഏറ്റവും മാറ്റമുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു. ആ സമയത്ത് കേരളത്തിനകത്ത് CPM എടുത്ത നിലപാടായിരുന്നു. CPM ഈ രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എങ്ങനെ ആ യാത്രയുടെ ഭാഗമായിട്ടില്ല ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റു നേതാക്കൾ കേരളത്തിനകത്തേക്ക് രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് കേരളത്തിനകത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ജാഥ കടന്നു വരുന്ന സമയത്ത് ഏറ്റവും പരിഹാസം അങ്ങ് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലൊക്കെ വെച്ച് ബോർഡ് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പൊറോട്ടയല്ല, പോരാട്ടമല്ല, പൊറോട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഹാസ രൂപേണ എഴുതി. എന്നാൽ കർണാടകയിലെത്തിയപ്പോൾ എന്താണ് SFIക്കാർക്കെതിരെ സിന്ദാബാദ് വിളിച്ചു. നമ്മൾക്കറിയാം കേരളം മുഴുവൻ, ഇന്ത്യ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു. രാഹുൽ ഗാന്ധി MP യുടെ ഓഫീസ് കേരളത്തിലെ SFI പ്രവർത്തകർ തല്ലി തകർത്ത് ആ ചിത്രത്തിന്റെ മുകളിൽ വാഴ വെച്ച ചിത്രമൊക്കെ നമ്മൾ കണ്ടു. എന്തിനായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ ഓഫീസിലേക്ക് SFIക്കാരെ കൊണ്ട് മാർച്ച് നടത്തിയത്? ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തില്ല. അതൊക്കെ രാഷ്ട്രീയത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. അത് തിരുത്തേണ്ട സമയത്ത് തിരുത്തുകയും ചെയ്യും. അല്ലാതെ കോൺഗ്രസ് ചതിച്ചു എന്നൊരു ക്ലീഷേ ഡയലോഗ് പറഞ്ഞുകൊണ്ട് പോകരുത്. കോൺഗ്രസ് 2029 തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ വിമർശിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വിമർശനങ്ങൾ കേന്ദ്ര നേതൃത്വം, ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ വരുമ്പോഴാണ് അതിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതും ആ കത്തിലെ പരാമർശവും അത് തന്നെയാണ്. ഞങ്ങൾക്കും സ്വാഭാവിക സംശയമുണ്ട്. കാരണം പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള കേസ് ധനകാര്യ മന്ത്രാലയത്തെ കമ്പനികാര്യ വകുപ്പിന്റെ കീഴിലുള്ള SFIO അന്വേഷിക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു അജണ്ടയുമില്ലാതെ അവിടെ പോയി, കേരള ഹൗസിൽ പോയി പ്രാതലിലേക്ക് നിർമ്മല സീതാരാമനെ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. എന്താണ് അതിന്റെ പ്രോഡക്റ്റ്? എന്താണ് അതിന്റെ ബാക്കി പത്രം? ഇതുവരെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ലാവ്ലിൻ കേസ് എത്രയോ കാലമായി നീട്ടിവെക്കപ്പെടുന്നു. അപ്പൊ സ്വാഭാവികമായ സംശയം കോണുകളിൽ നിന്നുണ്ടാകുന്നു. ആ കോണുകൾ പാലക്കാട് ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഒരേപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ CPM-ഉം BJP-യും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പോരാട്ടം നയിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കോൺഗ്രസിനെ പഴയ ശത്രുതയോടുകൂടി തന്നെ കേരളത്തിനകത്ത് എതിർക്കുമ്പോൾ അതിനെ തിരിച്ച് ക്യാമ്പയിന് വരുന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് CPM-നെതിരെയും പറയേണ്ട സാഹചര്യം ഉണ്ടാകും. അത് പറയും. അല്ലാതെ ഇന്ന ആളുകൾ ഇന്നത് മാത്രമേ പറയാവൂ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് പൊളിറ്റിക്സ് ആണ്. ആ രാഷ്ട്രീയത്തിന് അതേപോലെ തന്നെ എതിർക്കുകയും ചെയ്യാം. ഇനി നാളെ അത് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വന്ന് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റമോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നാളെ വന്ന് കാണാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ ക്യാമ്പയിനിലെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് CPM BJP ബാന്ധവം തന്നെയായിരുന്നു. കാരണം CPM-ന്റെ പല നേതാക്കന്മാരും MLA-മാരും നേരെ BJP-യിലേക്ക് പോയി മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്ന കാര്യമായിരുന്നു. പക്ഷേ ED അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളുടെ നേരേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹത്തോട് ഒരു കാര്യവും മൊഴി പോലും എടുത്തിട്ടില്ല എന്ന കാര്യം അദ്ദേഹവും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ ബാന്ധവത്തിന് മറ അവിടെ വീണ് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി എന്തൊക്കെ കാര്യങ്ങളിൽ DMK-യുടെ കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസിന് കഴിയുമെന്നതാണ് നോക്കിക്കാണേണ്ടത്. തിരികെ ചർച്ചയിലേക്കാണ്. ഡോക്ടർ VPP മുസ്തഫ, നിജേഷ് അരവിന്ദനുള്ള മറുപടി. ഇവിടെ നിങ്ങൾ കാണേണ്ടത് മോഡി സർക്കാരിന്റെ കാലത്ത് എങ്ങനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവർ ഉപയോഗിക്കുന്നത് BJP അല്ലാത്ത പ്രതിപക്ഷത്തിന് നേരെയായിട്ട്. നേരത്തെ കോൺഗ്രസ് അതിന്റെ പ്രധാന കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടില്ല എന്നുള്ള ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ ഏറ്റവും സംഘടിതവും അങ്ങേയറ്റം ഭീകരവുമായ രൂപത്തിലേക്ക് എത്തിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. സാക്ഷാൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. എന്താ CPM എടുത്ത നിലപാട്? ഇത് അവർക്ക് കിട്ടേണ്ടത് തന്നെ, അവർ കള്ളന്മാരും കള്ളത്തെയും തന്നെ എന്നാണോ ഞങ്ങളെടുത്ത നിലപാട്? കോൺഗ്രസിന്റെ പ്രാമാണികനായ നേതാവ് P ചിദംബരത്തെയും അദ്ദേഹത്തിന്റെ മകനും കോൺഗ്രസ് MP-യുമായ കാർത്തിക് ചിദംബരത്തെയും വേട്ടയാടി രാത്രിയിൽ വീടിന്റെ മതിൽ ചാടിക്കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്ന് CPM എടുത്ത നിലപാട് എന്താണ്? ഞങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തെ കണ്ടിട്ടുള്ളത്? അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള വേട്ട നടത്തിയപ്പോൾ ഞങ്ങൾ എടുത്ത നിലപാട് എന്താണ്? ഇങ്ങനെ ഏത് വിഷയത്തിലും ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളോട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ചെയ്യുന്ന സമീപനം നമ്മൾ കണ്ടതല്ലേ? എങ്ങനെയാ മഹാരാഷ്ട്രയിലെ ഫാർ റൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ശിവസേനയുടെ ഒരു വിഭാഗം ഇപ്പോ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമാകാൻ വേണ്ടി സന്നദ്ധമായത്? ഇതെല്ലാം നമ്മുടെ മുന്നിലെ അനുഭവമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ആ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് CPIM-നെ ലക്ഷ്യമിട്ടുകൊണ്ട് CBI-യും ED-യും എല്ലാം കേരളത്തിൽ നടത്തുന്നത് വളരെ പക്കയാണ്.
കേരളത്തിന് വെളിയിൽ മാത്രമേ CBI-യും ED-യും ഒക്കെ BJP-യുടെ വെറും രാഷ്ട്രീയ ഉപകരണങ്ങളാകുന്നുള്ളൂ എന്ന നിലപാട് ശരിയാണോ എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കട്ടെ. ആ നിലയിൽ ഉള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ CPI-എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിനെതിരായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെ ആ നിലയിൽ കാണാൻ തന്നെ ഇവിടത്തെ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തയ്യാറാകണ്ടേ? ആ നിലയിൽ ആ സമീപനം തന്നെ സ്വീകരിക്കേണ്ടതില്ലേ? അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ CPI-എം നേതാവിനെതിരെ ആ രാഹുൽ ഗാന്ധി വന്നിട്ട് എന്തേ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത്, ഈ CPM നേതാവിനെ എന്തേ CBI പിടിക്കാത്തത്, ED പിടിക്കാത്തത് എന്ന് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ന്യായം തന്നെയല്ലേ? ഇനി ലാവ്ലിൻ കേസിന്റെ കാര്യം എത്ര കാലമായി കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് അത്ര വലിയ സ്വാധീനമുണ്ട് ഈ സുപ്രീം കോടതിയിലൊക്കെ എങ്കിൽ പിന്നെ ഞങ്ങളുടെ ശേഷിയും കൂടി നിങ്ങളൊന്ന് അംഗീകരിക്കുന്നേ. ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ തോറ്റു ഇല്ലാതായി എന്നൊക്കെ നിങ്ങൾ ഒരു ഭാഗത്ത് പറയുക, എന്നിട്ട് നിങ്ങൾ മറുഭാഗത്ത് പറയുകയാണ് ഇങ്ങനെ 5 or 6 കൊല്ലമൊക്കെ ആയിട്ട് സുപ്രീം കോടതിയിൽ കിടക്കുന്ന ഒരു കേസ് പോലും തുടർച്ചയായി മാറ്റിവെപ്പിക്കാൻ കഴിയും. ആര് വിചാരിച്ചാൽ? CPM വിചാരിച്ചാൽ? എങ്കിൽ പിന്നെ ഞങ്ങൾ വലിയതല്ലേ? ഇവിടെ നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ നിവേഷേ ആ കേസ് നിങ്ങളുടെ കേന്ദ്രത്തിലും കേരളത്തിലും നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ അത് എറണാകുളത്തെ CBI കോടതിയിൽ വിചാരണക്കെടുത്തത്? അന്ന് എന്തേ പിണറായി വിജയനെ ആ കോടതി വെറുതെ വിട്ടു? അന്ന് നിങ്ങളാ ഭരിക്കുന്നതെന്നേ. അന്ന് മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി, ഉമ്മൻചാണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തിനാ അന്ന് CBI കോടതി പിണറായി വിജയനെ വെറുതെ വിട്ടത്? ഹൈക്കോടതിയിൽ അപ്പീൽ പോയി CBI, അത് നിങ്ങൾ ഭരിക്കുമ്പോഴാ. എന്തിനാ പിണറായി വിജയനെ വെറുതെ വിട്ടത് ആ കേസിൽ? എന്നിട്ടല്ലേ സുപ്രീം കോടതിയിൽ എത്തിയത്? എന്നിട്ട് പിന്നെ നിങ്ങൾ ആരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ CBI-യും നിങ്ങൾ തന്നെ ആ കേസ് CBI-ക്കും വിട്ട് അന്വേഷിപ്പിച്ച് നിങ്ങളുടെ ഭരണകാലത്ത് ആ കേസ് CBI കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ നടത്തിയിട്ട് പിണറായി വിജയനെ വെറുതെ വിട്ടപ്പോൾ നിങ്ങളുടെ ഭരണം എന്തിനാണ് ഞങ്ങളെ സഹായിച്ചത്? ശരി, ഇപ്പൊ സുപ്രീം കോടതി മാറ്റിവെച്ചേ കൊണ്ടേയിരിക്കുന്നത് BJP ഞങ്ങളെ സഹായിക്കുന്നുണ്ടാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ സഹായിച്ചത്? ഈ പിണറായി വിജയനെ അന്ന് തന്നെ നിങ്ങൾക്ക് പിടിക്കാമായിരുന്നില്ലേ? നിങ്ങൾ ആ CBI കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിച്ചാൽ പോരായിരുന്നോ പിണറായി വിജയനെ? അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ആ കേസ് എത്തുമായിരുന്നില്ലല്ലോ. അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് പറയാതെ നിങ്ങളുടെ താൽക്കാലികമായ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അവസരവാദപരമായിട്ട് പറയരുത്. ഒരു വിഷയത്തിലുള്ള കൃത്യമായ നിലപാടുകൾ പറയണം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ സാഹചര്യം. ആ സാഹചര്യം ഈ നവഫാഷിസത്തിന്റെ വക്താക്കളായ BJP-യുടെ ഈ ഭരണം അത് CPM-നും കോൺഗ്രസിനും ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഏറ്റവും അപകടകരമാണ്. അതിനെ എതിരിടാൻ ഇന്ന് കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ല, CPM-ന് ഒറ്റയ്ക്ക് കഴിയില്ല. നമ്മുടെ എല്ലാ BJP ഇതര കക്ഷികളുടെയും അടിയുറച്ച കൂട്ടായ്മ ഉണ്ടാകണം. BJP ഒറ്റയ്ക്കല്ല. തീർച്ചയായും ആ കൂട്ടായ്മ സൃഷ്ടിച്ച പ്രതിധ്വനി ഏത് വിധത്തിലാണ്, ആ കൂട്ടായ്മ സൃഷ്ടിച്ച വീഴ്ചകൾ, അതായത് BJP നേതൃത്വത്തിനുണ്ടായ BJP സർക്കാരിനുണ്ടായ വീഴ്ചകൾ ഏത് വിധത്തിലാണ് എന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ് പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, കോൺഗ്രസിന് ഒറ്റയ്ക്ക് എന്തായാലും അധികാരത്തിലേക്ക് ചെന്നുകയറാൻ സാധിക്കില്ല, അത് വസ്തുതയായിട്ട് അവിടെ നിലനിൽക്കുകയുമാണല്ലോ. ആ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു കക്ഷിയിലേക്ക്, മറ്റൊരു മുന്നണിയിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഇതര BJP ഇതര മറ്റൊരു കക്ഷി രൂപപ്പെടാൻ സാധ്യതയുണ്ടോ? അഖില, ഈ ഒരു രാഷ്ട്രീയം, അതായത് ഇന്ത്യ മുന്നണി രാഷ്ട്രീയം ഒരു ക്രോസ് റോഡ്സിൽ എത്തി നിൽക്കുകയാണ്. അതിനർത്ഥം ഇതെങ്ങോട്ടും തിരിയാം. ഒന്നുകിൽ ഈ പറയുന്ന തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരിക്കൽ കൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനൊക്കും. പക്ഷേ ആഴത്തിൽ മുറിവുകൾ ഏറ്റുകഴിഞ്ഞു. DMKയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ് കഴിഞ്ഞു. DMKയിൽ വിജയ് പാർട്ടി ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് DMKയ്ക്ക് അവിടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇനി അങ്ങനെ ഒരു പ്രാതിനിധ്യം വെച്ച് നീട്ടിയാൽ തന്നെ അവരത് സ്വീകരിക്കാൻ തയ്യാറാവുമോ? പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ DMK തയ്യാറാവുന്നു, അല്ലെങ്കിൽ അവർ തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മമതാ ബാനർജി തിരിച്ചെത്തുന്നു എന്ന് പറയുന്നു. അതിൽ സ്വല്പം സ്വാഭാവികത കൂടിയുണ്ട്. കാരണം BJPയെ ബംഗാളിൽ എതിർക്കണമെങ്കിൽ ഒരുപക്ഷെ CPM-ഉം തൃണമൂൽ കോൺഗ്രസും ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യകതയുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ വളരെ ദുർബലമായി, ഈ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ദുർബലമായി കഴിഞ്ഞ തൃണമൂൽ കോൺഗ്രസിൻ്റെ റിവൈവൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അവിടെ ഒരു സാധ്യതയുണ്ട്. അപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രൂപത്തിലാണ് പോകുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് പാർട്ടിക്ക് പണ്ട് മുതൽ തന്നെ ഉള്ള ഒരു ഏക പാർട്ടി ഒരു ചിന്തയുണ്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി സമാഹരിക്കാവുന്ന ഇടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ്സാണ്. മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഗുജറാത്തിൽ,
ഛത്തീസ്ഗഡിൽ, ഹരിയാനയിൽ ഒക്കെ തന്നെ കോൺഗ്രസ് BJP പോരാട്ടമാണ്. അവിടെ ഒന്നും പ്രാദേശിക കക്ഷികൾക്ക് കാര്യമായ ഒരു പ്രാതിനിധ്യമില്ല. പക്ഷെ പ്രാദേശിക കക്ഷികൾക്ക് മേൽക്കൈയുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, അവിടെ സമാജ്വാദി പാർട്ടിയാണ്, ബീഹാർ അവിടെ രാഷ്ട്രീയ ജനതാദളാണ്, അല്ലെങ്കിൽ ബംഗാൾ അവിടെ മമതാ ബാനർജിയാണ്, തമിഴ്നാട് അവിടെ പ്രാദേശിക കക്ഷികളാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ അതത് ഇടങ്ങളിലെ പ്രാദേശിക കക്ഷികൾക്ക് മേധാവിത്വം ഉണ്ടാകുന്ന രീതിയിൽ കോൺഗ്രസ് ഒരു ജൂനിയർ പാർട്ണറായിട്ട് മാത്രമേ നിലനിൽക്കാനൊക്കൂ. അവിടെ അക്കോമഡേഷൻ വലിയ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ആയിട്ട് ഇത്ര നിലനിൽക്കേണ്ടി വരും. സ്വന്തം തട്ടകം സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ആവുന്നിടത്തോളം പറ്റണം. അതേസമയം ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ഒരു മൂന്നാം മുന്നണി സംവിധാനം, മൂന്നാമത്തെ പ്രാവശ്യവും മൂന്നാം മുന്നണി 2 പ്രാവശ്യം പരാജയപ്പെട്ടു. 1980കളുടെ അവസാനം ഒരു മൂന്നാം മുന്നണി പരീക്ഷണം ഉണ്ടായി. അതുപോലെ 90കളുടെ അവസാനവും ഒരു മൂന്നാം മുന്നണി പരീക്ഷണം ഉണ്ടായി. രണ്ടും 8 നിലയിൽ പൊട്ടി. പക്ഷേ കുറച്ചുകൂടി ദൃഢതയുള്ള ഒരു ഫെഡറൽ ഫ്രണ്ട്, പ്രാദേശിക കക്ഷികൾ അവർ പരസ്പരം വിരുദ്ധരല്ല. പ്രാദേശിക കക്ഷികൾക്ക് ഇപ്പോൾ DMKയും തൃണമൂലും തമ്മിൽ സഹകരിക്കുന്നതിന് എന്താ കുഴപ്പം? അവർ പരസ്പരം വോട്ട് കട്ട് ചെയ്യുന്നില്ലല്ലോ. തൃണമൂൽ കോൺഗ്രസ് ഗോവയിൽ വന്ന് അടിത്തറയുണ്ടാക്കാൻ നോക്കുമ്പോൾ അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ DMKയ്ക്ക് ഡൽഹിയിൽ യൂണിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതത് സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രാദേശിക കക്ഷികൾ ഒരു ഫെഡറൽ ഫ്രണ്ട് എന്ന രൂപത്തിൽ, അത് മുൻപ് ഉണ്ടായിട്ടുണ്ട്, ആ രൂപത്തിൽ സംഘടിക്കാമെങ്കിൽ ഇന്ത്യ മുന്നണിയല്ല, ഒരു ഫെഡറൽ ഫ്രണ്ടും കോൺഗ്രസും തമ്മിൽ ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒന്ന് ചെക്ക്മേറ്റ് ചെയ്യാൻ, നള്ളിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ട് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾക്ക്. കാരണം ഏതെങ്കിലും കാരണവശാൽ 1 നേഷൻ 1 ഇലക്ഷൻ ലെജിസ്ലേഷൻ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം, ഡീലിമിറ്റേഷൻ എക്സസൈസുമായി മുന്നോട്ട് പോകണമെങ്കിൽ, ലെജിസ്ലേഷനിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പാർലമെന്റിൽ 2 സഭകളിലും 3-ൽ 2 ഭൂരിപക്ഷം ഉണ്ടാവണം. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ തൃണമൂലിൻ്റെ വിമത MP-മാർ, അതിപ്പോൾ MP-മാരുടെ കൂട്ടത്തിൽ 29 MP-മാരാണ് തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിൽ നിന്നുള്ളത്. അതിൽ 20-21 MP-മാരെങ്കിലും ഇപ്പോൾ മമതാ ബാനർജിയെ എതിർത്ത് മറ്റൊരു ഗ്രൂപ്പായി നിൽക്കുകയാണ്. അവരുടെ പിന്തുണ കിട്ടിയേക്കാം. കൂടുതൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പിളർപ്പിന്റെ വഴിയിൽ പോയേക്കാം. മഹാരാഷ്ട്രയിൽ ശരത് പവാർ എന്താണ് ചിന്തിക്കാൻ പോകുന്നത് അറിയില്ല. ഉദ്ധവ് താക്കറെ വീണ്ടും തിരിച്ച് ഒരു ഏകീകരിച്ച ഒരു ശിവസേനയുമായി മുന്നോട്ട് വരുമോ അറിയില്ല. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തായാലും സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ നിലവിലുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് വലിയ ദോഷമുണ്ടാകും രാഷ്ട്രീയമായി. അതുകൊണ്ട് ബുദ്ധിപൂർവം തങ്ങളുടെ ഫീൽഡം സംരക്ഷിക്കുകയും പരസ്പരം ക്രോസ് വോട്ട് ചെയ്യാതിരിക്കുകയും പരസ്പരം ആരോപിക്കാതിരിക്കുകയും ചെയ്താൽ പരസ്പര ബഹുമാനത്തോടുകൂടി ഇന്ത്യ മുന്നണി എന്ന രീതിയിലല്ല, ഫെഡറൽ മുന്നണിക്ക് മുന്നോട്ട് പോകാനൊക്കെ കോൺഗ്രസുമായി ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് സാധിക്കുകയും ചെയ്യും. ആ രൂപത്തിൻ്റെ ആരംഭമാണോ ഇപ്പോൾ നടക്കുന്ന ചില പടലപിണക്കങ്ങൾ, ചില പ്രസ്താവനകൾ മാറി വരാൻ പോകുന്ന പരീക്ഷണത്തിൻ്റെ ആരംഭമാണോ എന്ന് സംശയിക്കുന്നവരും ഉണ്ടാക്കില്ല. ഓക്കെ, ആ സംശയം തന്നെയാണ് നിഴലിക്കുന്നതും. ആ ഒരു വിധത്തിലേക്കാണോ ഇന്ത്യ സഖ്യം പോകാൻ പോകുന്നത് എന്നതുമാണ് കാണേണ്ടതും. പി ശ്യാംരാജിലേക്കാണ് പോകുന്നത്. പി ശ്യാംരാജ്, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തെക്കുറിച്ച്, അതിൻ്റെ ഫലപ്രഖ്യാപനത്തെക്കുറിച്ച്, ആ മെയ് 4-ലെ സംഭവ വികാസങ്ങളിലേക്കാണ് താങ്കളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കാൻ വിചാരിക്കുന്നത്. സുവേന്ദു അധികാരി അന്നൊരു പ്രവചനം നടത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് ശിഥിലമാകും എന്നതായിരുന്നു ആ പ്രസ്താവന. മുൻവിധി എന്ന് തന്നെ നമുക്ക് പറയാനും കഴിയും. എന്തുകൊണ്ടായിരിക്കാം അത്? അതിനുശേഷം ഇതാ 1 മാസ കാലയളവ് കഴിഞ്ഞിരിക്കുന്നു, ശിഥിലമായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സവിശേഷ സാഹചര്യത്തിലേക്ക് TMC പോയിട്ടുമുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് എങ്ങനെ ഉണ്ടായി? അഖില, ഇത് എന്ത് ചോദ്യമാണ്? നമുക്കൊരു ഇലക്ഷനെ നേരിടുമ്പോഴത്തേക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. നമ്മളൊക്കെ ഗ്രൗണ്ടിൽ എത്രയോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന, നിങ്ങളൊക്കെ മീഡിയയിൽ എത്രയോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോ, ഒരു ഇലക്ഷൻ്റെ സമയത്ത്, ഇലക്ഷൻ തുടങ്ങി ഏകദേശമാകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഇനി എന്താണ് റിസൾട്ട് വരാൻ പോകുന്നതെന്ന് സാധാരണ കണക്കുകൂട്ടുന്ന പാർട്ടികൾക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ അങ്ങനെ കണക്കുകൂട്ടി സാധിക്കാറുണ്ട്. ഞങ്ങൾ പലയിടത്തും തെളിഞ്ഞിട്ടുമുണ്ട്. ശിഥിലമാകും. അതായത് ആ വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് അത്രയധികം
അവിടുത്തെ ജനങ്ങൾ മടുത്തിരുന്നു എന്ന്. നമ്മളിത് ഇവിടെ നിന്ന് കാണുന്ന പോലെ, കേരളത്തിൽ നിന്ന് കാണുന്ന പോലെ ഏകപക്ഷീയമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. അവിടെ നിങ്ങൾ എത്രയോ സന്ദേശ് കാലിയിലേക്ക് വിഷയങ്ങൾ നമ്മൾ എത്രയോ ചർച്ച ചെയ്തിരുന്നു. സന്തോഷ് കാലിയിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പാർട്ടി ഓഫീസുകളിൽ ഗ്യാങ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര അതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള എത്രയോ പേര് പിന്നീട് പുറത്തു വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിലൊരാളെ തന്നെ ഞങ്ങൾ ഇത്തവണ പിടിച്ചിട്ട് പീഡനം ഏൽക്കപ്പെട്ടിട്ടുള്ള തന്നെ ഒരു വ്യക്തി ധൈര്യമായിട്ട് പുറത്തു വന്നപ്പോൾ ആ വ്യക്തികളെ തന്നെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥികളാക്കുകയും ജയിക്കുകയും ചെയ്തിട്ടില്ലേ? അപ്പോൾ അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ അവിടെ തൃണമൂലിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ അവിടെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും തിരിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, തിരിഞ്ഞു. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ അറിയോ? ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഈ CPM നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ആ വിധത്തിലേക്ക് വിധിയും വന്നു. ഞാൻ ഇടപെട്ടെ, ഒരു വിധിയും വന്നു. അതിനുശേഷം സംഭവിച്ചതാണ് ആ പ്രതിപക്ഷത്തെ തന്നെ ഒരു പിളർപ്പിലേക്ക് പോകുന്നു എന്ന സാഹചര്യം. ആ സാഹചര്യം എങ്ങനെയാണ് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത്? അത് മാത്രമല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം പൊടുന്നനെയാണ് അമിത്ഷാ വിളിപ്പിക്കുന്നത് ഈ സുവേന്ദു അധികാരിയെ ആണെങ്കിലും സ്പീക്കറെ ആണെങ്കിലും എല്ലാം. അപ്പോൾ ആ സവിശേഷ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഉപയോഗപ്പെടുത്താമെന്ന ലക്ഷ്യത്തോടെ അല്ലേ പ്രവർത്തിച്ചതും? അല്ല സുവേന്ദു അധികാരി പറഞ്ഞു ഋതുപ്രത ബാനർജിയുടെ കൂടെ 58 MLA ഇതാ പോകാൻ വേണ്ടിയിട്ട് പോകുന്നു, 23 MP മമതാ ബാനർജി വിളിക്കുന്ന മീറ്റിങ്ങിന് വരാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സുവേന്ദു അധികാരി. അല്ല അമിത്ഷാജി പറഞ്ഞു. നിങ്ങളെന്താ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത്തരത്തിലൊരു കാര്യങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ പാർട്ടി ശിഥിലമായെന്ന്. ഇപ്പൊ BJP-യിലേക്ക് ജോയിൻ ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ മൊത്തം വന്നിട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കലാണ്. അത് അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. ഇനി അവിടെ തൃണമൂൽ കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ വന്നത്? തൃണമൂൽ കോൺഗ്രസ് CPM ഭരിച്ചിരുന്ന ഒരിടത്ത് നിന്ന് തൃണമൂൽ കോൺഗ്രസിലോട്ട് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായത് എങ്ങനെയാണ്? അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് അല്ല CPM അവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എന്നോട് ചോദിച്ച രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ചെയ്തിരുന്നോ? ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളുമാണ്. ഇവിടെ ഈ തൃണമൂൽ കോൺഗ്രസിനകത്തൊരു ശൈഥില്യം ഉണ്ടായതിന്, ശിഥിലീകരണം ഉണ്ടായതിന് ഞങ്ങൾക്ക് അഭിഷേക് ബാനർജിക്കെതിരെ വലിയ പ്രതിഷേധം ആ പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ്. ആ പാർട്ടിക്കുള്ളിൽ നടക്കുമ്പോൾ അഭിഷേക് ബാനർജി ഞങ്ങൾ അംഗീകരിക്കില്ല, മമതാ ബാനർജിയെ അംഗീകരിക്കാമെന്ന് ആ വിമതരായിട്ടുള്ള MLA മൊത്തം പറയും. അതിനകത്ത് ഞങ്ങളെ പറഞ്ഞിട്ടെന്താ കാര്യം ഇരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ കാണും. രാഷ്ട്രീയമാണ്, ഞങ്ങൾ ഒരുപക്ഷെ ഉപയോഗിക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അഖിലയുടെ റീഡിങ് വെരി സോറി പറയുന്നതുകൊണ്ട് തോന്നരുതില്ല, കഴിഞ്ഞില്ല. ഈ അഖിലയുടെ റീഡിങ് വളരെ തെറ്റാണ് എന്ന് മാത്രമാണ് പറയാൻ പറ്റില്ല. ഒറ്റ കാര്യം പറയാൻ നിർത്താം. നോക്കൂ, ഇവിടെ നവ ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് BJP-നെ CPM-നെ പ്രതിനിധി വിളിക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ ഈ രാജ്യത്ത് ഇപ്പോൾ ലോകത്തിലെ തന്നെ ഫാസിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്. ഇവിടെ രാജസ്ഥാനിലെ രാജസ്ഥാൻ BJP-ക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ സിക്കാർ അമ്രാറാം എന്ന് പറഞ്ഞ ഇവരുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ആണ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഒരു ചെറിയൊരു മണൽത്തരിയെങ്കിലും എടുത്താൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് ഏറ് വന്നിട്ടുണ്ടോ? CPM ഭരിക്കുന്ന ഇടങ്ങളിലെ അവസ്ഥ എന്താ? കേരളത്തിൽ ഈ CPM-കാർ കൊന്നു തള്ളിയ ആളുകൾ എത്രയാണ്? KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-11 വയസ്സുള്ള കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഗതി വരുമെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആരാ ഫാസിസ്റ്റുകൾ? പമ്പ പരിമല കോളേജിലെ പാവപ്പെട്ടവരുടെ AVP ചെറുപ്പക്കാരെ അവർ ക്യാമ്പസ് ഇലക്ഷൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പുഴയിൽ മുക്കിക്കൊന്ന് പുറത്തുനിന്ന് ചുടുകട്ട വെച്ചിട്ട് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ അങ്ങ് ആഴത്തിൽ പോകേണ്ട, ഇതിനും വലിയ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഡോക്ടർ VPP മുസ്തഫ അദ്ദേഹത്തിനുള്ള മറുപടി. CPM-ന്റെ വക്താവ് ആകല്ലേ? CPM-ന്റെ വക്താവ് അഖില അവിടെ നിന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഡോക്ടർ VPP മുസ്തഫ അദ്ദേഹത്തിനുള്ള മറുപടി. എന്താണ് ബംഗാൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തോട് നിർത്താൻ പറയും. അദ്ദേഹം ഇവിടെ എത്ര സമയം പറഞ്ഞു? ഏത് സമയക്കുറവ്? അഖില, ഇത് ന്യായമല്ല. ഒരു സമയക്കുറവും വേണ്ട. അല്ലല്ല, എനിക്ക് മുമ്പുണ്ടായിരുന്ന ആൾക്കാരോട് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് ഇതെന്ത് മര്യാദ? അഖില, ചർച്ചയ്ക്ക് വന്നോ നിങ്ങൾ ഈക്വലായിട്ട് സമയം കൊടുക്കണം. അല്ലാതെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അടുത്തയാൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പറയാൻ വിഷയത്തിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഈക്വലായിട്ട് കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കരുതെന്നേ. അങ്ങനെയെങ്കിൽ BJP പ്രതിനിധിയെ വിളിച്ചാൽ BJP പ്രതിനിധിക്ക് ഈക്വലായിട്ടുള്ള സമയം തരണം. ഇതിനകത്ത് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനില്ലേ? ഈ വിഷയത്തിൽ BJP-ക്ക് പ്രാതിനിധ്യം ഇല്ലേ? BJP-നെ ഇന്ത്യ സഖ്യം എതിർക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള സമയം വേണ്ടേ? ഇത് എത്ര നിങ്ങൾ സമയം എടുത്തു നോക്കുക, എത്ര സമയം എനിക്ക് വന്നിട്ടുള്ള നിങ്ങൾ നോക്കൂ. അപ്പൊ സമയം ഈക്വലായിട്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിക്കണം. നല്ലൊരു കാര്യം പറഞ്ഞു തീർക്കാൻ വേണ്ടി സമ്മതിക്കണം. അല്ലാതെ അതിനനുസരിച്ചുള്ള വിഷയങ്ങളാണെങ്കിൽ ആ രീതിയിലേക്ക് പോകാം. ഡോക്ടർ VPP മുസ്തഫ അദ്ദേഹത്തിനുള്ള മറുപടി. ഇത് അദ്ദേഹത്തോട് നിങ്ങൾ 3ാം തവണ നമ്മുടെ രാജ്യത്ത് 3ാം തവണ ചോദിക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് ഇടപെട്ടിട്ട് നിങ്ങളെ മാറ്റാൻ വേണ്ടി നോക്കണം. നിങ്ങൾ
അതെന്ത് മര്യാദയുള്ളൂ നിങ്ങൾ നോക്ക്. എന്നെ പറയാൻ അനുവദിക്കൂ. എനിക്ക് എന്റെ രണ്ടാമത്തെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞല്ലോ. CPIM പ്രതിനിധിക്കെതിരെ, CPIM-നെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് മറുപടി വേണ്ടേ താങ്കൾക്ക്? പോരെന്ന് എനിക്ക് അത് പറയാൻ ഗുരുതരം പറയട്ടെന്ന്. അഖിലിത്ര വേദനിക്കല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അത് എനിക്ക് യാതൊരു വേദനയുമില്ല. അതിനുള്ള മറുപടി വേണം. സമയക്കുറവുണ്ട്. താങ്കൾ ദയവായി മറുപടി പറയാൻ അനുവദിക്കുക ദയവായി. എനിക്ക് തോന്നി ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്താൽ നിങ്ങൾ പറയാൻ എനിക്ക് അനുവദിക്കണ്ടേ? അപ്പൊ ഇത് പറഞ്ഞു തുടങ്ങിക്കോളൂ. അപ്പൊ ഇവിടെ നമ്മുടെ മുന്നിലുള്ള കാര്യം എന്താ? നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയും ജനാധിപത്യം നേരിടുന്ന, നമ്മുടെ ഭരണഘടന നേരിടുന്ന ഭീഷണികളാണ്. അതുകൊണ്ടാണല്ലോ രാജ്യത്ത് BJP-യുടെ ഈ ഫാഷിസ്റ്റ് സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി എല്ലാവരും ഒരുമിച്ച് ചേരാൻ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള, വിഭിന്നമായ വിചാരങ്ങളും ധാരകളുമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും രാജ്യത്ത് 2023 മുതൽ ഒരുമിച്ച് ചേരുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? അത് BJP പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നേ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 77-ൽ എങ്ങനെയാണ് ജനസംഘം തന്നെ പിരിച്ചുവിട്ടിട്ട് അന്ന് ജയപ്രകാശ് നാരായണന്റെ കൂടെ ജനതാ പാർട്ടി ഉണ്ടായത്? രാജ്യത്തെ ജനാധിപത്യം വെല്ലുവിളിക്കപ്പെട്ടാൽ, രാജ്യത്ത് അടിയന്തരാവസ്ഥ വന്നാൽ, പൗരാവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെട്ടാൽ ഈ രാജ്യത്ത് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിക്കും ആ ഭരണകൂടത്തിനെതിരെ, ആ ഫാഷിസത്തിനെതിരെ. അന്ന് ഇന്ദിരാഗാന്ധിയെ സാക്ഷാൽ AKG വിളിച്ചത് പെൺ ഹിറ്റ്ലർ എന്നാണ്. അങ്ങനെ തന്നെയാണ് എതിരിട്ടിട്ടുള്ളത്. അതുപോലെ അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്ത്, അതിന്റെ ഭീഷണമായ സാഹചര്യം. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട ആണിനും പെണ്ണിനും നടക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ പറ്റുമോ? ഈ നുണകളൊക്കെ ആര് വിശ്വസിക്കലാണ്? എന്നിട്ട് നിങ്ങൾക്ക് എത്ര പുസ്തകം കിട്ടി? നിങ്ങൾ ആര് മൈൻഡ് ചെയ്യുന്നു ഇതിനകത്തൊക്കെ? നിങ്ങളുടെ വാദങ്ങളൊക്കെ ആര് കേൾക്കുന്നില്ല? ഈ രാജ്യത്ത് ആളുകളെ കൊന്നത് പറയുന്നത് സമയക്കുറവുണ്ട്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം മുന്നണിയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ പ്രധാനമാണ്. കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടുകളിൽ അതൃപ്തിയുള്ള പ്രാദേശിക കക്ഷികൾ ഒന്നിക്കാനുള്ള സാധ്യതയുമുണ്ട്. കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളുടെ ആവശ്യങ്ങൾക്ക് എത്രത്തോളം വഴങ്ങിക്കൊടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാവി. അത് കോൺഗ്രസിന്റെ കയ്യിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ബിഗ് ഡയലോഗ് പൂർണ്ണമാവുകയാണ്. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി.